വിളിക്കാം വലിച്ച. ആ വലിച്ച, ഈ കാര്യം ഓർത്ത് അമ്മയോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. ആ ശരി മോളെ. ശരി വലിച്ച. എന്താ? ആ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ. മിക്കവാറും പോലീസ് കേസാവാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഒരുത്തം കയറി വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ എന്താ നിസ്സാര കാര്യമാണോ? ഇത് അവനെ മാനസ വിളിച്ചു വരുത്തിയതാവും പാപ്പേട്ട. എന്നിട്ട് അവള് നാടകം കളിക്കുന്നതാവും. ഇതിപ്പോ പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഭാവനയ്ക്കും സൂര്യക്കും ഒക്കെ പ്രശ്നമല്ലേ ഏട്ടാ? അതും ശരിയാ പാപ്പേട്ട. അല്ലാതെ അവനെ ഓടിക്കാൻ എന്താ ഒരു വഴി? എന്തിനാ തന്നെ വല്യച്ഛൻ വിളിച്ചത്? സുനിലിന്റെ കാര്യം പറഞ്ഞിട്ടാണോ? അതെ സൂര്യ, വല്യച്ഛന്റെ അഭിപ്രായം സുനിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണൂന്ന. ഒടുവിൽ നമ്മളെല്ലാം വിട്ടികളാക്കിക്കൊണ്ട് മാനസ സുനിലിനൊപ്പം പോകുന്ന വല്യച്ഛനും പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഭാവന. ഇവിടെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ കാര്യങ്ങളുടെ പോക്ക്. അതെ സൂര്യ, നമ്മളിത് വലിയ ഇഷ്യൂ ആക്കിയ ആ സുനിൽ ചിലപ്പോൾ നിയമത്തിന്റെ വഴി തേടും. പിന്നെ മാധ്യമങ്ങളാവും നമ്മുടെ കുടുംബക്കാര്യം ചർച്ച ചെയ്യുക. ആ റാസ്കലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ. അച്ഛൻ പിടിച്ചു മാറ്റിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. സൂര്യ, അവൻ വന്നതൊന്ന് കാണണമായിരുന്നു. കാഷായ വേഷമിട്ട് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി. ഭാവന, ഇനി നമ്മൾ അല്പം ബുദ്ധിയോടെ നീങ്ങിയില്ലെങ്കിൽ സംഗതി നമ്മുടെ കൈവിട്ടു പോകും. അമ്മയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പൊന്നും വരാൻ സാധ്യതയില്ല. അച്ഛൻ വന്ന് നമ്മളെ കൊണ്ടുവന്നതിൽ അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. ആന്റിയെയും മാനസ ചതിക്കുന്നുണ്ടോന്നാ സൂര്യ ഞാനിപ്പോ സംശയിക്കുന്നത്. അവസാനം നമ്മളെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് മാനസ സുനിലിനൊപ്പം പോവോ? അങ്ങനെ പോയാൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഭാവന. അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞാണോ അതോ സുനിലിന്റെ കുഞ്ഞാണോ മാനസയുടെ വയറ്റിലുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടണം. ആ സത്യം മാനസയ്ക്കും ദൈവത്തിനും അവളെ ചികിത്സിച്ച ഡോക്ടർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ആരെ വിശ്വസിക്കേണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഒരുത്തനിങ്ങനെ ഇത്ര ധൈര്യത്തോടെ വന്ന് നിൽക്കണമെങ്കിൽ അവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണും. ഇത്രയും നാളും നമ്മളോട് മാനസ പറഞ്ഞതൊന്നും അല്ല സൂര്യ. അവര് തമ്മിലുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും ഒന്നായവരവര്. അതാ ഭാവന ഞാൻ പറഞ്ഞത്. അവനൊന്നും കാണാതെ ഇവിടെ വന്ന് നിൽക്കില്ല. നമുക്കെന്തായാലും മാനസയെ ചികിത്സിച്ച ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. കാണാം. അവര് നമ്മളെ വിശദമായിട്ട് കബളിപ്പിച്ചല്ലേ? അതെ സൂര്യ, അവര് തമ്മില് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന സ്ഥിതിക്ക് സത്യം നമുക്ക് അറിഞ്ഞേ പറ്റൂ. അല്ലാതെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു ഭാരം ചുമക്കുന്നു? ആ ഡോക്ടർ ഇപ്പൊ മറ്റേതോ ഹോസ്പിറ്റലില്. ഏത് ഹോസ്പിറ്റലാണെങ്കിലും കണ്ടുപിടിക്കാൻ സൂര്യ. അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. പിന്നെ താനൊന്ന് ശ്രദ്ധിച്ചോണം. മാനസയുടെ അച്ഛനും അമ്മയ്ക്കും തന്റെ തിരിച്ചുവരവ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആര് പറഞ്ഞു സൂര്യ? ഞാൻ തിരിച്ചു വന്നതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും. മിക്കവാറും എനിക്ക് എങ്ങനെ ഒരു പണി തരാം എന്നൊരു ചർച്ചയിലായിരിക്കും അവർ രണ്ടുപേരും. താൻ തമാശയായിട്ടൊന്നും കാണണ്ട. എനിക്കും ആ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. പിന്നെ സുനിൽ ഇവിടെ വന്നതുകൊണ്ട് ആ ഒരു ടെൻഷനിലായിരിക്കും അവരും. മാനസ ഇപ്പൊ ശരിക്കും പെട്ടുപോയിരിക്കുക സൂര്യ. സുനിൽ ഇങ്ങനെ ഇവിടെ വരുമെന്ന് അവളും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് ഭാവന. അമ്മ മാനസയുടെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ച കാര്യം ഈ വീട്ടിലുള്ള അച്ഛൻ അറിയുന്നതിന് മുമ്പ് ആ സുനിൽ എങ്ങനെ അറിഞ്ഞു? അവൻ ഇവിടെ വന്നു കയറിയപ്പോ ആദ്യം സംസാരിച്ചത് ആ കാര്യമാണെന്ന് അച്ഛനും എന്നോട് പറഞ്ഞത്. നമ്മളറിയാത്ത എന്തൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഭാവന. അതൊക്കെ നമ്മളും ഇനി മനസ്സിലാക്കിയിരിക്കണം. ഇതുവരെ മാനസയോടുള്ള വിശ്വാസം നമുക്കിപ്പോ ഇല്ലെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരാളെ മാനസികമായി മാറ്റി നിർത്തിയ പിന്നെ അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഭാവന. മാനസ ഇപ്പൊ ഒരുപാട് നമ്മളിൽ നിന്ന് അകന്നത് പോലൊരു ഫീൽ. ഇങ്ങനെയൊക്കെ കാണുമ്പോ ആർക്കായാലും തോന്നും സൂര്യ. ഒരിക്കലും സുനിൽ അവളെ തേടി വന്നിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ ഞാനും വല്യമ്മയും കൂടി ചേർന്ന് പൊളിച്ചത്. എന്നിട്ട് അവളൊന്ന് രക്ഷപ്പെടാൻ നോക്കിയില്ലേ? ഞങ്ങൾ അവളെ അങ്ങനെ ഒരു പണി കൊടുക്കാനാണ് കൊണ്ടുപോയതെന്ന് അവൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒപ്പം വരില്ലായിരുന്നു. ഇനിയും നമുക്ക് സംശയമുണ്ടെന്ന് അവൾക്ക് തോന്നരുത് ഭാവന. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവളുടെ ഡെലിവറി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ.
നാളെ തന്നെ നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം. ഇനി വൈകിക്കണ്ട. താൻ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാം. നമുക്ക് പോവാം. ശരി സൂര്യ. കൊള്ളാലോ, നല്ല സമയം. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ലേ? അല്ല, മാനസ ഇവിടെ അവള് വന്നില്ലേ? അയ്യോ, ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ആ ടെൻഷൻ ആർക്കും വേണ്ട. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വരുന്നത്. ദാ, ഇത് മസാല ദോശയാ. ഒന്ന് മാനസയ്ക്കും മറ്റൊന്ന് ഭാവനയ്ക്കും വേണ്ടി വാങ്ങിച്ചതാ. തന്നോട് ആരെങ്കിലും ദോശ വാങ്ങിയാൻ പറഞ്ഞോ? അയ്യോ, ചൂടാവല്ലേ സൂര്യ. ഇത് ദോശയല്ല, മസാല ദോശയാ. ഗർഭിണികൾ ആർത്തോടെ കഴിക്കുന്ന ഒരേ ഒരു ദോശ. മാനസയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ദോശ കൊടുക്കായിരുന്നു. അവൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കില്ലേ? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്തായാലും ഈ ദോശ അവക്ക് വേണ്ട. ആഹാ, അവള് കഴിക്കൂല്ലെന്ന് നമുക്ക് കാണാലോ. ഞാൻ പോയേ അവളെ വിളിച്ചിട്ട് വരാം. ഇത് അല്പം ഓവറായിട്ടോ.